പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയിറങ്ങി. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ എൽദോസിന്റെ പശുവിനെ കടുവ ആക്രമിച്ചു. വയനാട് പുൽപ്പള്ളിയിൽ 56-ൽ കടുവയെ കണ്ട് നിയന്ത്രണം വിട്ട ബൈക്ക് യാത്രികന് പരിക്കേറ്റു. ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്നയ്ക്കായി ഇന്നും തെരച്ചിൽ തുടരും. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, വന്യമൃഗശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി എന്ന് റിപ്പോർട്ട് വരുമ്പോൾ എപ്പോഴാണ് ഈ സംഭവം ആളുകൾ കാണുന്നത്? എന്താണ് സംഭവിച്ചത്? ശ്രുതി, പുൽപ്പള്ളി 56-ൽ ഇന്നലെ വൈകിട്ട് കടുവ ഒരു ബൈക്ക് യാത്രികന് മുന്നിൽ ചാടുന്ന സംഭവമുണ്ടായി. ഈ അനീഷ് എന്നയാളാണ്. ഇയാൾ ബൈക്കിൽ രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴി തൊട്ടടുത്ത കൃഷിയിടത്തിൽ നിന്ന് ബൈക്കിന് മുന്നിലേക്ക് കടുവ ചാടി. ഭയന്നുപോയ ഇയാളുടെ വാഹനത്തിന് നിയന്ത്രണം തെറ്റി ഇയാൾ ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നു. ഈ അപകടത്തിൽ ഇയാൾക്ക് സാരമായി പരിക്കേറ്റു. തുടർന്ന് പുൽപ്പള്ളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കഴിഞ്ഞ ഒരാഴ്ച മുൻപും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അന്ന് ഈ പ്രദേശവാസിയായ ബിജു എന്നയാളുടെ വീടിന് മുറ്റത്തേക്ക് ഒരു കാട്ടുപന്നിയെ കടുവ ഓടിച്ചെത്തി. അന്ന് ഈ ബിജുവിൻ്റെ ഭാര്യയുമാണ് കടുവയെ കണ്ടത്. ഭയന്നുപോയ അവർ പിന്നീട് ഈ വനംവകുപ്പിന് വിവരം അറിയിച്ചു. വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയപ്പോഴും കടുവയെ അവരും കണ്ടിരുന്നു. ഒരു കൃഷിയിടത്തിൽ ഏകദേശം 10 ഏക്കറോളമുള്ള ഒരു വലിയ കൃഷിയിടത്തിൽ പണ്ട് റിസോർട്ടിന് വേണ്ടി വാങ്ങിയ ഒരു സ്ഥലമാണ്. അവിടെ മുളകളെല്ലാം നട്ടുപിടിപ്പിച്ച് സ്വാഭാവികമായി വനം ഉള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെ അവിടെയാണ് നിലവിൽ കടുവകളുള്ളതെന്നാണ് വനംവകുപ്പിൻ്റെ നിഗമനം. ഈ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മേഖലയിൽ 2 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കടുവയെ കണ്ട സ്ഥലത്ത് 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു കൂടും ആ കൂട്ടിൽ ഒരു ആടിനെ ഇരയായും വെച്ചാണ് വനംവകുപ്പ് കാത്തിരിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ തന്നെ കടുവയുണ്ടെന്നാണ് വനംവകുപ്പിൻ്റെ നിഗമനം. കാരണം നേരത്തെ ഈ കടുവയെ വലിയ ഒരു കടുവയാണെന്നാണ് വനംവകുപ്പ് ഈ കണ്ട് നിരീക്ഷിച്ച ആളുകൾ പറഞ്ഞത് അനുസരിച്ച് വനംവകുപ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ കാൽപ്പാടുകൾ വനംവകുപ്പ് പരിശോധിച്ചിരുന്നു. ആ സമയത്താണ് മനസ്സിലായത് വലിയൊരു കടുവയാണ്. പ്രായാധിക്യം മൂലം അവശതകളുള്ള കടുവയായതുകൊണ്ടായിരിക്കാം ജനവാസ മേഖലയിൽ ഇറങ്ങിയതെന്ന ഒരു സൂചനയും വനംവകുപ്പിനുണ്ട്. ഏതായാലും ഈ മേഖലയിൽ വനംവകുപ്പ് ഊർജിതമായ തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വീണ്ടും ഈ പ്രദേശത്തേക്ക് കടുവ എത്തിയത്. നേരത്തെ പുൽപ്പള്ളി, അമരക്കുനി, അതുപോലെ തന്നെ സുരഭിക്കവല, താന്നിത്തെരുവ് തുടങ്ങിയ മേഖലകളിലെല്ലാം കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നിരവധി വളർത്തുമൃഗങ്ങളെ കടുവ പിടികൂടിയിരുന്നു. അന്ന് വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള രോഷവും ഈ വനംവകുപ്പ് ജീവനക്കാരെ തടഞ്ഞു വെക്കുന്നതിലടക്കമുള്ള കാര്യങ്ങൾ നാട്ടുകാർ അന്ന് ആ ഒരു സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിയിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് കൂട് സ്ഥാപിച്ചതിനെ തുടർന്നാണ് ഈ പ്രദേശവാസികളുടെ ആശങ്ക തെല്ലൊന്ന് കെട്ടടങ്ങിയത്. അതിനിടയിലാണ് വീണ്ടും കടുവയെ കണ്ടത്. അതിനിടയിൽ ഇന്നലെ ഈ ആശ്രമക്കൊല്ലിയിൽ ഒരു വീട്ടിലെത്തി ഈ വളർത്തുമൃഗത്തെ കടുവ പിടികൂടി എന്നൊരു നിഗമനമുണ്ട്. പക്ഷേ കടുവയാണോ അതോ പുലിയാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വനംവകുപ്പ് കൂടുതൽ സ്ഥിരീകരണം വരുത്തിയതിന് ശേഷം മാത്രമേ പുലിയാണോ അല്ലെങ്കിൽ കടുവയാണോ ഈ ആശ്രമക്കൊല്ലിയിൽ ഇറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും വയനാട്ടിൽ വന്യജീവി സംഘർഷങ്ങൾ കൂടി വരികയാണ്. അതിനിടയിലാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം MP രാഹുൽ ഗാന്ധി ഇന്ന് മണ്ഡല സന്ദർശനത്തിനായി എത്തുന്നത്. രാവിലെ 7:30 മാനന്തവാടി കണ്ണൂരിൽ നിന്ന് മാനന്തവാടിയിലെത്തുന്ന അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നത് കഴിഞ്ഞ 10-ാം തീയതി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ വീടാണ്. അജീഷിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം നിരവധി പൗരപ്രമുഖരും അതുപോലെ തന്നെ ജനപ്രതിനിധികളുമെല്ലാം അജീഷിൻ്റെ വീട് മുൻപും സന്ദർശിച്ചിരുന്നു. അപ്പോഴെല്ലാം വലിയൊരു ചോദ്യചിഹ്നമായി മുമ്പിലുണ്ടായിരുന്നത് വനംവകുപ്പ് മന്ത്രി അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MP, ലോക്സഭാ MP തുടങ്ങിയ 3 ആളുകളും ഈ മരിച്ച ആളുകളുടെ വീടോ അല്ലെങ്കിൽ വന്യജീവി സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളോ സന്ദർശിച്ചില്ല എന്നൊരു വിമർശനമുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് രാഹുൽ ഗാന്ധി MP വയനാട്ടിലേക്ക് എത്തുകയാണ്. മാനന്തവാടിയിലെത്തി മാനന്തവാടിയിൽ നിന്ന് ആദ്യം സന്ദർശിക്കുന്നത് അജീഷിൻ്റെ വീടാണ്. അതിനുശേഷം രണ്ടാമത് സന്ദർശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പാക്കത്ത് ശരി, വന്യജീവി ചേകാടിയിൽ ആനയുടെ ആക്രമണത്തിൽ ആക്രമണത്തിൽ കാട്ടാനയുടെ പുൽപ്പള്ളിയിൽ ആക്രമണത്തിൽ വീണ്ടും കടുവ മരിച്ച ഇറങ്ങിയിരിക്കുന്നത്. വിവരങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.